live session presented by Tiju's Academy. So this is an exam week, so obviously we are going to discuss നമ്മുടെ exams. Okay, so this lies we are going to discuss particularly on exam ടോപ്പിക്സ്. ഓക്കെ, സോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ക്വരീസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എക്സാമിൻ്റെ വീക്കിലും ആ ഒരു വീക്കിൽ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എക്സാം ലൈവ്സുമായിട്ട് എത്താറുണ്ട് ഫോർ ഈച്ച് മൊഡ്യൂൾ. സോ ഈ ഒരു വീക്കിൽ നമ്മൾ ബിഗിൻ ചെയ്യാൻ പോകുന്നത് വിത്ത് ലിസണിങ് ആണ്. ആൻഡ് ഐ വെൽക്കമിങ് യു ഓൾ ടു my live session regarding OET listening. So as the title it says, we are going to have a last round preparation. So നമ്മൾ ഒരു ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻ ആയിട്ട് പോവാണ്. സോ വി ഹാവ് 1 week ഇല്ല അല്ലേ. എക്സാം ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ 22nd of June. അപ്പോൾ ജൂൺ 22nd എക്സാം നടക്കാനായിട്ട് പോവാണ്. വി ഹാവ് 3 more days. ഒബ്വിയസ്ലി ഇന്നത്തെ ഡേ അല്ലാതെ നമുക്കൊരു 3 ദിവസം കൂടിയാണ് എക്സാമിനായിട്ടുള്ളത്. സോ ഈ 3 ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആസ് വി ഓൾ നോ, നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഫോർ ഫ്യൂ മന്ത്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസിലേക്ക് അത് പോയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ വ്യൂവേഴ്സിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും 22nd എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് ബോക്സ് ഹൂ ഓൾ ആർ ഗോയിങ് ടു അറ്റൻഡ് ദെയർ എക്സാം ഓൺ ജൂൺ 22nd. ആരൊക്കെയാണ് ഈ സാറ്റർഡേയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്? സോ യു ക്യാൻ come and let me know in the comment box. Okay, so comment സെക്ഷനിൽ നമുക്കത് നോക്കാം. ആൻഡ് നമ്മൾ ഇന്നത്തെ ദിവസം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട്, ഇനി എക്സാം 3 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലാസ്റ്റ് മിനിറ്റിൽ ഈ 3 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പം നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ് ഫ്രൈഡേ ഇസ് ഫോർ റിലാക്സേഷൻ അല്ലേ. എക്സാമിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസം ഇസ് ഫോർ റിലാക്സേഷൻ. അന്ന് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു കാര്യം, ഒരു പാർട്ട് സാറ്റർഡേ നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, സ്മാർട്ട് വർക്ക് ചെയ്തു, നമ്മൾ പ്രാക്ടീസ് ചെയ്തു, നമ്മൾ ഡിറ്റർമൈൻഡ് ആയിരുന്നു. സോ നമ്മൾ അത്രയും നാളെടുത്ത എഫേർട്സിനെ ഒന്ന് റീകളക്റ്റ് ചെയ്തിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഫ്രൈഡേ നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. സോ ഫ്രൈഡേ റെസ്റ്റിംഗ് ടൈമാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. ഐ ഹോപ്പ് ഇപ്പം നമ്മളിനി ഒരു ലിസണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പാർട്ട് എ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. പാർട്ട് ബി കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ള, ഫോക്കസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് പാർട്ട് സി ഓൾസോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വായിച്ച് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള പ്രാക്ടീസാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ അത് തന്നെ മുന്നോട്ട് പോട്ടെ. പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിലും ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിലും what I would like to say is you can give more importance to പാർട്ട് എക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇറ്റ്സ് ബെനിഫിഷ്യൽ ഇൻ ടേംസ് യുവർ സ്കോറിങ്, ഇൻ ടേംസ് ഓഫ് യുവർ പെർഫോമൻസ്. ഇതിൻ്റെ എല്ലാം ബേസിസിൽ, ഇതിൻ്റെ എല്ലാം ടേംസിൽ, ഇതിലെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട് എക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് നമ്മളെല്ലാവരും എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു 58% ഓഫ് മാർക്സ് ഓർ സ്കോർസ് ആർ ഫ്രം പാർട്ട് എന്നാണ് നമുക്ക് പകുതിയിൽ കൂടുതൽ മാർക്സ് കിട്ടുന്നത്. 42-ൽ പകുതിയിൽ 24 മാർക്സ് ഓളം പാർട്ട് എന്നാണ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. മാക്സിമം 24 മാർക്സ് എന്ന് പറയുമ്പോൾ ആ 42-ൻ്റെ 58% ആണ്, 57% ആണ് ഈ 42-ൽ 24 എന്ന് പറയുന്നത്. സോ അത്രയും മാർക്സ് നിങ്ങൾ പാർട്ട് എയിൽ സെക്യൂർ ചെയ്യുവാണെങ്കിൽ അപ്പം ബാക്കി ഒരു നമുക്കറിയാം എബവ് 30 ആണ് നമ്മുടെ ഒരു നമുക്ക് ജയിക്കാനുള്ള സ്കോർ എന്ന് പറയുന്നത്, ബി വാങ്ങിക്കാനുള്ള സ്കോർ എന്ന് പറയുന്നത്. സോ അത് അച്ചീവ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 6 to 10 സ്കോർസോളം മതി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ.
സോ ആ ഒരു കോൺസെൻട്രേഷനോട് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് എക്സാമിൻ്റെ ഓറിയൻറ്റേഷൻ, എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്കുക. ബിക്കോസ് നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ഈ 30 മാർക്സ് എന്നുള്ളത് പറയുന്നത് എപ്പോഴും ഒരു ബൗണ്ടറി അല്ല, ഇത് ചേഞ്ച് ആവാം 30 എന്നുള്ളത്. അപ്പോൾ 30 എന്നുള്ളൊരു ഫിക്സഡ് സ്കോർ അവിടെ ഇല്ല. ബേസ്ഡ് ഓൺ ദി ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മെറ്റീരിയൽ, ആ പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ കട്ട് ഓഫ് മാർക്കിംഗ് സിസ്റ്റം പോലെ തന്നെയാണ്, അത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആസ് ലൈക്ക് നമ്മുടെ കട്ട് ഓഫ് മാർക്കിംഗ് സിസ്റ്റം പോലെ തന്നെ എക്സാം കുറച്ച് ടഫാണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കുറച്ച് എന്ത് ചെയ്യും, കൂടും. എക്സാം എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഒരിക്കലും 30ക്ക് താഴേക്ക് പോകത്തില്ല, 30ക്ക് മുകളിലേക്കുള്ള ബോർഡറിലാണ്, ബൗണ്ടറീസിലാണ് വ്യത്യാസം വരുന്നത്. സോ അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പം ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് നമ്മൾ എഫേർട്ട് ഇടേണ്ടത് ഒരു 42ന് വേണ്ടിയിട്ടുള്ള എഫേർട്സാണ് നിങ്ങൾ ഇടേണ്ടത്. കംപ്ലീറ്റ് സ്കോറും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് സ്കോറും സെക്യൂർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇടേണ്ടത്. അതിപ്പോൾ പാർട്ട് എയിലാണെങ്കിലും 24ഉം അറ്റംപ്റ്റ് ചെയ്തേക്കുക. 24ഉം കറക്റ്റ് ആണോ എന്നുള്ളത് 2 തവണ എൻഷുർ ചെയ്യുക. വൈൽ റീഡിങ്, വൈൽ പ്രൂഫ് റീഡിങ് ഓൾസോ. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്തും പ്രൂഫ് റീഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ കിട്ടുന്ന സമയത്തൊക്കെ 24ഉം ശരിയാണെന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെയാണ് ബിയിലും സിയിലേക്കും പോകുമ്പോഴും. അപ്പം കറക്റ്റ് ആണെന്നുള്ളൊരു അഷ്വറൻസ് നിങ്ങൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ there are high chances to get high score also. ഹൈ സ്കോർ കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിലും വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ബിഫോർ മൂവിങ് ഓൺ ടു ദി ഡിസ്കഷൻ, ലെറ്റ് മീ നോ യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് പാർട്ട് എ, ബി ഓർ സി. ഏതെങ്കിലും സെക്ഷൻ റിഗാർഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഇനിഷ്യലി ക്ലിയർ ദം ആൻഡ് മൂവ് ഓൺ ടു അവർ ഡിസ്കഷൻ. സോ ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ് ബോക്സ് ദോസ് ഹു ആർ ഗോയിങ് ടു അപ്പിയർ ഓൺ 22 എക്സാം. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഇൻ ദി കമൻറ്റ് ബോക്സ്. അവർക്ക് മാത്രമല്ല, അവരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്കും പ്രാക്ടീസിൻ്റെ സമയത്ത് തോന്നിയിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സോ യെസ് ആർട്ടിക്കിൾ യൂസേജിനെ പറ്റിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ലൈവ് സെഷനിലും ഡിസ്കസ് ചെയ്യാറുള്ളൊരു കാര്യമാണ് ആർട്ടിക്കിൾസിൻ്റെ യൂസേജിനെ പറ്റിയിട്ട്. ആർട്ടിക്കിൾസ് ആർ നോട്ട് മാൻഡേറ്ററി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ OET ഒഫീഷ്യൽ സാമ്പിൾസ് എടുത്താലും അതിൻ്റെ OET ഒഫീഷ്യൽ ലിസണിങ് സാമ്പിൾസിൻ്റെ ആൻസർ കീ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദി ഈവൻ ദോ ദി ആർട്ടിക്കിൾസ് ആർ പാർട്ട് ഓഫ് ദി ആൻസേഴ്സ് ബട്ട് ദേ ആർ പുട്ട് ഇൻ ദി ബ്രാക്കറ്റ്സ്. അവർ ബ്രാക്കറ്റ്സിലായിരിക്കും ആർട്ടിക്കിൾസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇഫ് അത് എ ആണെങ്കിലും ആൻ ആണെങ്കിലും ദായ ആണെങ്കിലും ഇറ്റ് ഇസ് ഇൻ ദി ബ്രാക്കറ്റ്സ്, അത് ബ്രാക്കറ്റ്സിലായിരിക്കും. സോ സംതിങ് ഈസ് ഇൻ ദി ബ്രാക്കറ്റ്സ് മീൻസ് ദോസ് ആർ ഓപ്ഷണൽ. അത് ഓപ്ഷണലാണ്, അത് മാൻഡേറ്ററി അല്ല. ദീസ് ആർ ഓപ്ഷണൽ. അത് ഉപയോഗിക്കാം, ഉപയോഗിക്കാതെ ഇരിക്കാം. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രിഫർ ചെയ്യുക. ഇഫ് യു 100% ഷുവർ അബൌട്ട് ദി ആർട്ടിക്കിൾ യു ക്യാൻ യൂസ്. നമ്മളവിടെ കേട്ടു, ആൻ ആണെന്ന് കേട്ടു, AN ആൻ കേട്ടു, നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഷുവറാണല്ലോ 100%. ആൻഡ് അല്ലാതെ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് അറിയാം അവിടെ വരേണ്ടത് ആൻഡാണ്. ഇപ്പോൾ യു ഹേർഡ് എൻഡോസ്കോപ്പി, ആൻഡ് നിങ്ങൾ കേട്ടില്ല, പക്ഷേ എൻഡോസ്കോപ്പിയാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് ഷുവറാണ്. സോ എൻഡോസ്കോപ്പി ഗോസ് ടു ദ കാറ്റഗറി ഓഫ് സിംഗുലർ കൗണ്ടബിൾ നൗൺ. സിംഗുലർ കൗണ്ടബിൾ നൗണിന് മുന്നിൽ ആൻ ചേർക്കണം. ആൻഡ് എൻഡോസ്കോപ്പി ഇസ് എ കൗണ്ടബിൾ സിംഗുലർ നൗൺ ആയതുകൊണ്ട് അതിന് മുന്നിൽ ആൻ ചേർക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഷുവറാണ്. അവിടെ നിങ്ങൾക്ക് 100% ഷുവർട്ടി ഉണ്ട് എന്ത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്. സോ യു ക്യാൻ പ്രൊവൈഡ് ആർട്ടിക്കിൾ ദെയർ ഓൾസോ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോൺഷ്യസ്നെസ് ആണ് നിങ്ങൾ ആർട്ടിക്കിളിൻ്റെ യൂസേജിൽ നിങ്ങൾ എടുക്കേണ്ടത്. ബിക്കോസ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള യൂസേജ് വിൽ റെഡ്യൂസ് യൂസ് യുവർ മാർക്സ്. നിങ്ങളുടെ മാർക്സ് ലൂസ് ചെയ്യും. അതായത് പ്ലൂറൽ സൗണ്ട്സിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യുക, കൗണ്ടബിൾ അല്ലാത്ത സൗണ്ട്സിൻ്റെ മുന്നിൽ വേർഡ്സിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുക, വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ എ യൂസ് ചെയ്യുക, ആൻഡ് കൺസണൻറ്റ് സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ ആൻ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് റിപ്പീറ്റഡ്ലി വരുത്തുന്നവരാണെങ്കിൽ യു ക്യാൻ അവോയ്ഡ് ദ യൂസ് ഓഫ് ആർട്ടിക്കിൾസ്. ഈ ആർട്ടിക്കിൾസിൻ്റെ യൂസേജ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഓക്കെ, ബിക്കോസ് ആർട്ടിക്കിൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ എഴുതിയ ആൻസർ കറക്റ്റ് ആണെങ്കിൽ, ആ വേർഡ് കറക്റ്റ് ആണെങ്കിൽ, ആ നൗൺ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ദി മാർക്സ്. ബട്ട് നിങ്ങൾ ആർട്ടിക്കിൾ എഴുതി തെറ്റിച്ച് കഴിഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കലി റോങ് ആവും, ആൻസർ തെറ്റിപ്പോയിട്ട് യു വിൽ ലൂസ് മാർക്സ്. ഓക്കെ, സോ ആ കാര്യം ആർട്ടിക്കിളിൻ്റെ യൂസേജിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഡു നോട്ട് പ്രൊവൈഡ് 2 ആൻസേഴ്സ് ഫോർ 1 ക്വസ്റ്റ്യൻ. 1 ക്വസ്റ്റ്യന് 2 ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്ത്. എല്ലാവർക്കും ബേസിക്കലി വരുന്നൊരു ഡൗട്ട്സ് ആണ്, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ആൻസർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എവിടെ എഴുതും എന്നുള്ളത്.
അതായത് നിങ്ങൾ യു ആർ ഗോയിങ് ടു ഫിൽ ദ ബ്ലാങ്ക്സ് അല്ലേ, ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ടൈമിൽ തന്നെ, നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ഇൻസ്ട്രക്ഷൻ ടൈമിൽ തന്നെ നിങ്ങളുടെ ബുക്ക്ലെറ്റിലും ആൻഡ് ഇറ്റ് ഇസ് ഇൻ ദി ഓഡിയോ ആസ് വെൽ, ഓഡിയോയിലും പറയുന്നുണ്ട് യു ക്യാൻ ഫിൽ ദ ഗ്യാപ്പ് വിത്ത് എ വേർഡ് ഓർ ഷോർട്ട് ഫ്രേസ്. ഒരു വേർഡോ ഒരു ഷോർട്ട് ഫ്രേസോ വെച്ചിട്ടാണ് യു ആർ ഗോയിങ് ടു ഫിൽ ദ ഗ്യാപ്സ്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പോകുന്നത്. സി ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ ഇനഫായിട്ട് ആ വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ഫില്ല് ചെയ്യാനുള്ള സ്പേസ് അവർ ഓൾമോസ്റ്റ് ആൻഡ് ഓൾവേസ് കൊടുത്തിരിക്കും, കറക്റ്റ് ആ വേർഡ് ഫില്ല് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ട കാര്യം. ബിക്കോസ് ഒരുപാട് വലിയ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരാണെങ്കിൽ അത് മേ ബി അതിനകത്ത് ഫില്ലായി എന്ന് വരില്ല. ഓക്കെ, പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്, ഒരു നോർമൽ ഒരു ആവറേജ് സൈസുള്ള ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ടാണ് അവർ ഗ്യാപ്സ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതാൻ പറ്റും. ഈവൻ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ അതിനകത്ത് ഉള്ളിൽ എഴുതാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ ബാക്കിയുള്ള ഡേറ്റേനെ ഓവർലാപ്പ് ചെയ്യാതെ, ബാക്കിയുള്ള ആൻസേഴ്സിനെ ഓവർലാപ്പ് ചെയ്യാതെ അത് അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് യു ക്യാൻ ഓൾസോ യൂസ് അബ്രിവേഷൻസ് വൈൽ റൈറ്റിംഗ് ദി ആൻസർ ആൻഡ് മേക്ക് ഷുവർ ടു എക്സ്പാൻഡ് ദി അബ്രിവേഷൻ ഇൻ ദി ലാസ്റ്റ് 2 minutes. 2 minutes എക്സ്പാൻഡ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഷോർട്ട് ആൻസേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ അവിടെ ഫില്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, 2 ടൈമിനനുസരിച്ച് എഴുതി പോകാനുള്ള സ്ട്രഗിൾ, ഈ 2 സ്ട്രഗിളാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 2 സ്ട്രഗിളും എങ്ങനെ കോമ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ നൈന ഹാസ് എ ക്വസ്റ്റ്യൻ, മാം ആൻസേഴ്സ് ആയിട്ട് സം, ഹീ, അഡ്വൈസ് അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് വരുമോ എന്നുള്ളത്. സി, ഹീ, സം അങ്ങനെയുള്ള വേർഡ്സ് വരാനുള്ള ചാൻസ് കുറവാണ്, പക്ഷേ അഡ്വൈസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അഡ്വൈസിൻ്റെ നൗണും വേർബും എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കുക. അഡ്വൈസ് ഹാസ് 2 forms, നൗൺ ആൻഡ് വേർബ് ഫോംസ്. സോ വേർബ് അഡ്വൈസിൻ്റെ സ്പെല്ലിംഗ് ആണ് ADVISC. ഓക്കെ, ഹീ അഡ്വൈസ്ഡ് അല്ലെങ്കിൽ ഡോക്ടർ ഹാസ് അഡ്വൈസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് സ്പെല്ലിംഗാണ് കൊടുക്കുന്നത്? ADVISC എന്നുള്ളതാണ്. ഇറ്റ്സ് എ V1 കേട്ടോ, അഡ്വൈസ് എന്നുള്ളത്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ADVICE അഡ്വൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നൗൺ. ഓക്കെ, നൗൺ. ദേ നീഡ് അഡ്വൈസ്. ഓക്കെ, ഐ നീഡ് അഡ്വൈസ്. ഓക്കെ, എക്സ്പെർട്ട് അഡ്വൈസ്, സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ്, ഇവിടെയൊക്കെ നമ്മൾ CE ആണ് യൂസ് ചെയ്യുന്നത്, വിച്ച് മീൻസ് ഇറ്റ്സ് എ നൗൺ ഫോമിൽ SC ആണ് യൂസ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു അഡ്വൈസ് എന്നുള്ളൊരു ആൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, ഒരു 50% ചാൻസ് ഉണ്ട്. പക്ഷേ സം, ഹി ഒക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. മോസ്റ്റ്ലി നിങ്ങൾ കോമൺ ആയിട്ട് ആൻസർ വരാൻ ചാൻസ് ഉള്ള വേർഡ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. അതായത് കോമൺ ആയിട്ടുള്ള ബോഡി പാർട്സ് ആൻസേഴ്സ് ആയിട്ട് വരാം, പിന്നെ സിംറ്റംസ് ആൻസേഴ്സ് ആയിട്ട് വരാം, ഡിസീസ് കണ്ടീഷൻ ആൻസേഴ്സ് ആയിട്ട് വരാം, ആൻഡ് ഓൾസോ മെഡിക്കേഷൻ്റെ നെയിം ആൻസേഴ്സ് ആയിട്ട് വരാം, ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ജോബ് ടൈറ്റിൽസ്. ഓക്കെ, ഇതൊക്കെയാണ് കോമൺ ആയിട്ടും ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി, ഡോസ്, റൂട്ട്, ഇതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മുടെ സാമ്പിളിലാണെങ്കിലും ആസ് വെൽ ആസ് എക്സാം നമ്മളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുമ്പോഴും ഇതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്, ലെസ് ചാൻസ് ആണുള്ളത്. ബട്ട് ഇങ്ങനെയുള്ള കോമൺ വേർഡ്സ് ഉണ്ടല്ലോ, കോമൺ വേർഡ്സ് എന്ന് പറയുമ്പോൾ ബോഡി പാർട്സ്, മെഡിക്കേഷൻ്റെ നെയിം, ഡിസീസ് കണ്ടീഷൻസിൻ്റെ നെയിം, സിംറ്റംസിൻ്റെ നെയിം, പിന്നെ തെറപ്പിയുടെ നെയിം, ജോബ് ടൈറ്റിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ ഇപ്പം കണക്റ്റേഴ്സോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഓക്കെ, ആൻഡ് സ്പെഷ്യലിസ്റ്റിൻ്റെ പേര്, ഇതൊക്കെ നമുക്ക് ആൻസേഴ്സ് ആയിട്ട് വരാം. ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതിനകത്തൊന്നും ഇതൊക്കെ പിക്ക് ചെയ്ത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഡേറ്റ ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചധികം മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്താലും 30 മെറ്റീരിയൽസ് വി ഹാവ് ഓൾറെഡി പ്രാക്ടീസ്ഡ്. ആൻഡ് ഫ്രം ദാറ്റ് 30 മെറ്റീരിയൽസ്, ഫ്രം 1 മെറ്റീരിയൽ വി വിൽ ബി ഗെറ്റിംഗ് 24 ആൻസേഴ്സ് അല്ലേ. ആ 24 ആൻസേഴ്സിൽ ഒരു 5 വേർഡ്സ് എങ്കിലും നമുക്ക് അൺഫെമിലിയർ ആയിരുന്നിരിക്കണം. 5 വേർഡ്സ് പുതിയ വേർഡാണ്, ഫ്രഷ് വേർഡാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 30 മെറ്റീരിയൽസ് നിന്നും കുറച്ചധികം ഫ്രഷ് വേർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളത്, അതായത് കാറ്റഗറി, കോമൺ വേർഡ്സിൻ്റെ കാറ്റഗറിയിലെ ബോഡി പാർട്ട്, മെഡിക്കേഷൻ നെയിം, അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻസ് നെയിം, സിംറ്റംസ് നെയിം, അങ്ങനെയുള്ള കാറ്റഗറിയിൽ നമുക്ക് കുറച്ച് വേർഡ്സ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, ഈ കാറ്റഗറിയിൽ റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ളത്. പിന്നെ ഓൾസോ ടെസ്റ്റുകളുടെ നെയിം,
മെഡിക്കൽ ടെസ്റ്റുകളുടെ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ നെയിം, പ്രൊസീജിയേഴ്സിൻ്റെ നെയിം, സർജിക്കൽ ഇൻ്റർവെൻഷൻ, ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെയൊക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൽ നിന്നും ഇങ്ങനെയുള്ള നെയിംസൊക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പോൾ സെയിം നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ്റെ പേപ്പർ തന്നെയാണ്. സോ യു ഹാവ് പ്രാക്ടീസ്ഡ് അബൌട്ട് പാർട്ട് എ റിഗാർഡിങ് സ്ട്രോക്കിനെ പറ്റിയിട്ടുള്ള ഒരു പാർട്ട് എ നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. പ്രാക്ടീസ് മെറ്റീരിയലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രോക്കിനെ സംബന്ധിച്ചിട്ടുള്ള സിംറ്റംസും പിന്നെ എന്തൊക്കെ ബോഡി പാർട്സ് ആണ് അതിനകത്ത് വരാൻ ചാൻസ് ഉള്ളത് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പം എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് ഒബ്വിയസ്ലി വിച്ച് ആർ ഓൾ ആർ ദി മെഡിക്കേഷൻസ്, ബോത്ത് ജനറിക് നെയിം ആൻഡ് ബ്രാൻഡ് നെയിം, ആൻഡ് ഓൾസോ തെറപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ്, പ്രൊസീജിയേഴ്സ്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഇതൊക്കെ കോമൺ വേർഡ്സ് ആയിട്ട് യു ഹാവ് ഓൾറെഡി എക്സ്പോസ്ഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ വാട്ട് ഇഫ് നമുക്ക് സ്ട്രോക്ക് തന്നെയാണ്, നമുക്ക് സ്ട്രോക്കിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ല സ്ട്രോക്ക് തന്നെയാണെങ്കിലോ നമുക്ക് അടുത്തൊരു കൺസൾട്ടേഷൻ്റെ എക്സ്ട്രാക്റ്റിൻ്റെ സിനാരിയോ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡേറ്റ നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ആ രീതിയിലൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഈ ദിവസങ്ങൾ 2-3 ദിവസങ്ങളെടുത്തൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ള മെറ്റീരിയൽസൊക്കെ. ആൻഡ് ഡു മോർ പാർട്ടേ കുറച്ചധികം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 3-4 പാർട്ടേ നിങ്ങൾക്ക് മിനിമം ഡെയിലി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പാർട്ടേ, അതായത് ഫസ്റ്റ് എക്സ്ട്രാക്റ്റും സെക്കൻഡ് എക്സ്ട്രാക്റ്റും കൂടി 10 to 15 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. ആൻഡ് അങ്ങനെ നമുക്ക് ഒരു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ 4 പാർട്ടേ നമുക്ക് 1 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഡു മോർ പാർട്ടേസ് റെഗുലർലി. ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കുറച്ചധികം പാർട്ടേസ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രാക്ടീസ് ടൈം ഈ 3 ദിവസം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഈ ഒരു 2 വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേസിലായിട്ട് കുറച്ചധികം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് പാർട്ട് എയിൽ ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ട ഉടനെ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് എഴുതി അങ്ങോട്ട് പോരുത്. അതൊന്ന് എൻഡ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈവൻ നിങ്ങളത് എഴുതി സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഹൗ ഡസ് ദാറ്റ് സൗണ്ട് എൻഡ്, എങ്ങനെയാണ് ആ സൗണ്ട് എൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ആൻറ്റി ഡിപ്രസൻസ് എന്ന് കേട്ട ഉടനെ ആൻറ്റി ഡിപ്രസൻ അത്രയും വന്നപ്പോഴത്തേക്കിന് നിങ്ങൾ എഴുതി തുടങ്ങി ഡിപ്രസെൻസ് ഉണ്ടോ ഡിപ്രസെൻ്റ് ആണോ എന്ന് നിങ്ങൾ അറ്റൻഷൻ കൊടുത്തില്ല. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ് നിങ്ങളുടെ ആ വേർഡ് എൻഡ് ചെയ്യുന്നത് എന്നൊരു അറ്റൻഷൻ കൊടുത്തിട്ട് ലിസൺ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എറർ വരുത്താനുള്ള ആ ഒരു ടെൻഡൻസി വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ സിംഗുലർ പ്ലൂറൽ എന്നുള്ള കൺഫ്യൂഷൻ അവിടെ വരത്തില്ല. യു ഡോണ്ട് ബി ഗെറ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് സിംഗുലർ ആണോ വെദർ ഇറ്റ് ഇസ് സിംഗുലർ ഓർ പ്ലൂറൽ എന്നുള്ളത്. ഇഫ് യു പ്രൊവൈഡ് കംപ്ലീറ്റ് അറ്റൻഷൻ ടു ഹൗ ദാറ്റ് സൗണ്ട്സ് എൻഡ് എന്നുള്ള കാര്യത്തിൽ ഒരു അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ വാട്ട് ഇഫ് സ്റ്റിൽ നമുക്ക് മനസ്സിലായില്ല, ചില വെച്ച് നമുക്ക് മനസ്സിലാവില്ല, വി വിൽ ബി ഗെറ്റ് കൺഫ്യൂസ്ഡ് അബൌട്ട് വേർഡ്സ് ലൈക്ക് ബ്ലഡ് ടെസ്റ്റ് എന്ന് വരുമ്പോൾ അവിടെ പ്രൊനൗൺസ് ചെയ്തത്, ഇപ്പം ഐ സെഡ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ വാട്ട് ആർ യു തിങ്കിങ്? ഐ സെഡ് ഇൻ എ പ്ലൂറൽ വേർഡ് ഓർ എ സിംഗുലർ സെൻസ്. ടെസ്റ്റ് എന്നാണോ പറഞ്ഞത്, ടെസ്റ്റ് എന്ന് മാത്രമാണോ പറഞ്ഞതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വി ഗെറ്റ് എ ലിറ്റിൽ ട്രബിൾ, അല്ലേ, നമുക്കൊരു ചെറിയ ട്രബിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്താലും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പം വാട്ട് യു ക്യാൻ ഡു ഇസ് ഗോ ഫോർ ദി ക്വസ്റ്റ്യനിൽ പോവുക, ബ്ലാങ്കിന് ശേഷം ആ ബ്ലഡ് ടെസ്റ്റ് ഫില്ല് ചെയ്യേണ്ട ബ്ലാങ്കിന് ശേഷം എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. യെസ് ലിനി ഐ എം എക്സ്പ്ലെയിനിങ് ഇറ്റ്, പ്ലൂറലിന് പകരം സിംഗുലർ എഴുതിയാൽ സ്കോർ പോകുമെന്നുള്ളത്. സംടൈംസ്, അതായത് ഇഫ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിമാൻഡ്സ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻസർ ഷുഡ് ബി പ്ലൂറൽ ഓർ സിംഗുലർ എന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ലൂസ് ദ മാർക്സ് ഇഫ് യു റൈറ്റ് വൈസ് വേഴ്സ. നിങ്ങൾ നേരെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എല്ലാ എക്സാമിൻ്റെ സെഷനിലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡാഷിന് ശേഷം നിങ്ങളുടെ ബ്ലാങ്കിന് ശേഷം ആർ ഓർ വെയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ബ്ലാങ്ക് ഷുഡ് ബി ഫിൽഡ് വിത്ത് എ പ്ലൂറൽ വേർഡ്, അല്ലേ? അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ പ്ലൂറൽ വേർഡ് വെച്ച് തന്നെ ഫിക്സ് ചെയ്യണം എന്നുള്ളത്. സോ വൈൽ ഇവാലുവേറ്റിംഗ് യുവർ ആൻസേഴ്സ് ദേ വിൽ ഓൾസോ ചെക്ക് ദി ആൻസേഴ്സ് ആർ ഗ്രാമറ്റിക്കലി കറക്റ്റ് എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അവർ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഗ്രാമറ്റിക്കലി ആക്യുറേറ്റ് ആയിട്ടാണ്, അല്ലേ? അവിടെ ആൻറ്റി ഡിപ്രസൻസ് വന്നുകൊണ്ടാണ് അവരിവിടെ ആറും വേറും കൊടുത്തത്. അവിടെ പ്ലൂറൽ സൗണ്ട് ആയതുകൊണ്ടാണ് ആർ അല്ലെങ്കിൽ വേർ അവിടെ കൊടുത്തിരിക്കുന്നത്.
ഓക്കെ. പ്രിസ്ക്രൈബ്ഡ് എന്നാണെങ്കിൽ ആറോ അല്ലെങ്കിൽ വേറോ ഏതെങ്കിലും ഓരോ ഓപ്ഷനെ വരത്തുള്ളൂ. അതവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ പ്ലൂറൽ സൗണ്ട് ആയതുകൊണ്ടാണ്. സോ യു ആർ സപ്പോസ് ടു പ്രൊവൈഡ് ദി പ്ലൂറൽ സൗണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും പ്ലൂറൽ സൗണ്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് മാർക്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് തന്നെ കൊടുക്കണം. ബ്ലഡ് ടെസ്റ്റ് എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ. വേറൊരു കോണ്ടെക്സ്റ്റ് പറയുവാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തു. ആദ്യത്തെ ഒരു ടെസ്റ്റ് കൊടുത്തു. ഇപ്പോൾ എൻഡോസ്കോപ്പി എന്ന ഒരു ടെസ്റ്റ് കൊടുത്തു. ഓക്കെ. അടുത്തത് വേറൊരെണ്ണം അൾട്രാസൗണ്ട് എന്ന് ടെസ്റ്റ് കൊടുത്തു. അടുത്ത പോയിന്റ് കൊടുത്തിട്ട് വെറും ഡാഷ് എന്ന് മാത്രം കൊടുത്തേക്കുക. സോ എൻഡോസ്കോപ്പി, അൾട്രാസൗണ്ട്, ദീസ് ആർ എക്സാമ്പിൾ കേട്ടോ, ജസ്റ്റ് എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഡാഷ് മാത്രം കൊടുത്തേക്കുവാണ്. ക്വസ്റ്റ്യൻ നമ്പറും ഉണ്ട് ഫ്രണ്ടിൽ, 15 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്പർ ഫ്രണ്ടിലുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുവാണ്. ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നില്ല അവിടെ സിംഗുലർ വേണം പ്ലൂറൽ വേണം, ഇവിടെ അങ്ങ് ഒന്നുമില്ല. അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ സിംഗുലർ വേണം പ്ലൂറൽ വേണം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കേട്ടത് ബ്ലഡ് ടെസ്റ്റ് എന്നാണോ ടെസ്റ്റ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏത് വേണേലും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എസ് ഇട്ടും കൊടുക്കാം, എസ് ഇല്ലാതെ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും എഴുതാം. ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. അതിന് മാർക്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ബ്ലാക്ക് ഔട്ടായിട്ട് സ്കിപ്പായി പോകാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാർക്സ് കിട്ടാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അവിടെ മാർക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ അവിടെ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിങ്ങൾ ടെസ്റ്റ് എന്ന് മാത്രം എഴുതിയാൽ അവിടെ മാർക്സ് പോവാനുള്ള ചാൻസും ഉണ്ട്. ടെസ്റ്റ് എന്ന് മാത്രം എഴുതിയാൽ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ടെസ്റ്റ് എന്ന് പ്രൊവൈഡ് ചെയ്യണം. Hope you got the idea about singular or plural use. Yes, Ashwini. Hi, Ashwini. ഓക്കെ. സോ അതാണ് സിംഗുലർ ആൻഡ് പ്ലൂറലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പം എപ്പോഴും നിങ്ങൾ യു ഷുഡ് റീഡ് ദി ഡേറ്റ. നമുക്ക് പ്രഡിക്ഷന് മാത്രമല്ല പ്രൂഫ് റീഡിങ്ങിൻ്റെ സമയത്തും കൂടി നിങ്ങളൊന്ന് വായിച്ചേക്കുക. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ പ്രൂഫ് റീഡിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് മാത്രം വായിച്ച് അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത്, അല്ല. യു വിൽ ചെക്ക് യുവർ ആൻസേഴ്സ് ആൻഡ് ചെക്ക് ഫോർ യുവർ ആൻസേഴ്സ് ഫോർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അല്ലേ? അപ്പം നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. സോ നോബഡി പുട്ട് ആൻ എഫേർട്ട് ടു റീഡ് ദി ഹോൾ സെൻറ്റൻസ് റീഡ് ചെയ്യാനായിട്ട് ആരും എഫേർട്സ് ഇടാറില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു റെക്കമെൻഡ് യു ടു റീഡ് ദി ഹോൾ സെൻറ്റൻസ്. നിങ്ങളുടെ ബ്ലാങ്കിൽ വരുന്ന വേർഡ് മാത്രമല്ല, ആ ഒരു ബ്ലാങ്ക് വരുന്ന കംപ്ലീറ്റ് സെൻറ്റൻസും വായിക്കുക. ഓക്കെ. സോ ഇവിടെ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് മാത്രം വായിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാമറ്റിക്കലി ശരിയാണോ സിംഗുലറും പ്ലൂറലും ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വാട്ട് ഇഫ് യു റീഡ് ബ്ലഡ് ടെസ്റ്റ് ആർ ഓർ വേർ പ്രിസ്ക്രൈബ്ഡ് എന്ന് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവും. ഓക്കെ, ദർ ബ്ലാങ്കിനെ ഫോളോ ചെയ്ത് ദർ കംസ് ആൻ ആർ. ഓക്കെ. സോ ആർ ഷുഡ് ബി പ്രിസീഡഡ് ബൈ എ പ്ലൂറൽ സൗണ്ട്. ആറിന് മുന്നേ ബിഫോർ ആർ വി ഷുഡ് പ്രൊവൈഡ് എ പ്ലൂറൽ സൗണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എസ് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ അവിടെ എസ് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷനും അറ്റംപ്റ്റും ഒക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരും. സോ ഐ വുഡ് സേ നമ്മുടെ ആ 22 മിനിറ്റ്സ് റീഡിങ് ടൈം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം ഫോർ പ്രൂഫ് റീഡിങ്. അപ്പോൾ പ്രൂഫ് റീഡിങ് ചെയ്യുമ്പോൾ നോട്ട് ആൻസേഴ്സ് മാത്രമല്ല വായിക്കേണ്ടത്, കംപ്ലീറ്റ് സെൻറ്റൻസുകൾ വായിച്ച് പോവുക. ഓക്കെ. അതിനൊരു എഫേർട്ട് ഇടുക. സെൻറ്റൻസുകൾ വരുന്നതാണെങ്കിൽ, അപ്പോൾ ഇടയ്ക്കുള്ള ബ്ലാങ്ക്സ് ആണെങ്കിൽ ഈ സെൻറ്റൻസുകൾ വായിച്ച് പോകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആൻസേഴ്സ് സ്പെല്ലിംഗ് വൈസ് ഗ്രമാറ്റിക്കൽ വൈസ് ഒക്കെ എന്താ ആക്യുറേറ്റ് ആണെന്നുള്ളത് യു ക്യാൻ എൻഷുർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, അത് മറന്നു പോവാതിരിക്കുക. ഓക്കെ. ദെൻ എനി അതർ ക്വസ്റ്റ്യൻ? സിൽവിയ, ഹായ്, ഗുഡ് മോർണിംഗ്. സെൽവിൻ ആൻഡ് സിനു സേവിയ, ഹായ്, ഗുഡ് മോർണിംഗ്. നോ, ഇറ്റ്സ് ഗുഡ് ആഫ്റ്റർനൂൺ ബൈ ദ വേ, അല്ലേ? 12 മണി കഴിഞ്ഞു. ഇറ്റ്സ് ഗുഡ് ആഫ്റ്റർനൂൺ. സോറി, 12:45, 12:40. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പാർട്ട് എ എന്ന് ഐ ഹോപ്പ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ പാർട്ട് എന്ന്? പാർട്ട് എ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ചും കൂടി പാർട്ട് എയ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് അബ്രിവേഷൻസും ഷോർട്ട് ഫോംസും ഒക്കെ യൂസ് ചെയ്ത് തന്നെ, സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ നോക്കുക. ആൻഡ് അശ്വിനി ഈസ് ആസ്കിങ്, മാം ഷുഡ് വി റൈറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ? സോ ദാറ്റ്സ് നോ നെസസറി. അത് മാൻഡേറ്ററി അല്ല ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നുള്ളത്. സോ അശ്വിനി മേ ബി ആസ്കിങ് അബൌട്ട് ഫസ്റ്റ് ലെറ്റർ അത് കുറച്ച് പേർക്കുള്ള ഡൗട്ട്സ് ആണ്. സോ മെനി പീപ്പിൾ, പ്ലെൻറ്റി ഓഫ് യു ഹാവ് ഡൗട്ട്സ് റിഗാർഡിങ് ക്യാപിറ്റലൈസേഷൻ. സോ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ അഡ്വൈസ് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് എടുക്കാം.
ADVIS advice. ഓക്കെ, അപ്പോൾ അഡ്വൈസ് ഒരു നൗണായിട്ട് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണെങ്കിൽ വരുന്നതെങ്കിൽ നമ്മൾ റൈറ്റിംഗ് സിനാരിയോയിൽ നോക്കുവാണെങ്കിൽ, നമ്മൾ ഒരു ഫോമൽ ഡേറ്റ റൈറ്റ് ചെയ്യുവാണെങ്കിൽ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ, ഈ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണെങ്കിൽ എ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് മാൻഡേറ്ററി അല്ലേ. അതുപോലെ തന്നെ ചില പേഴ്സൻ്റെ നെയിമിലോ പ്ലേസിൻ്റെ നെയിമിലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ അൾഷൈമർ ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, ഡൗൺ സിൻഡ്രം അല്ലെങ്കിൽ ബേക്കേഴ്സ് സിസ്റ്റ്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ളൊരു ഇങ്ങനെയുള്ളതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഗ്രാമറ്റിക്കലി അത് ഓക്കെ ആണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യണം. പക്ഷേ ഇൻ ലിസണിങ് ക്യാപിറ്റലൈസേഷൻ ഒരു മാൻഡേറ്ററി അല്ല. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൻസേഴ്സ് ശരിയായിരിക്കണം എന്നേ ഉള്ളൂ. ക്യാപിറ്റലൈസേഷൻ മാൻഡേറ്ററി അല്ല. ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ചെയ്യാം. ഇഫ് യു ആർ നോട്ട് ഷുവർ, ക്യാപിറ്റലൈസേഷൻ ചെയ്യാൻ പോകണ്ട. ഇനി കുറച്ച് ആൾക്കാരുടെ ഡൗട്ട്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ പറ്റി പറയുമ്പം കംപ്ലീറ്റ് ആൻസേഴ്സും ഇതുപോലെ ബ്ലോക്ക് ലെറ്ററിൽ കംപ്ലീറ്റ് ആൻസേഴ്സും ഇതുപോലെ ബ്ലോക്ക് ലെറ്റേഴ്സിൽ പ്രൊവൈഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. അതും കുഴപ്പമില്ല. പക്ഷേ ത്രൂ ഔട്ട് യുവർ ആ ഒരു ബ്ലാങ്കറ്റ് 12 ആൻസേഴ്സും അതുപോലെ ബ്ലോക്ക് ലെറ്ററിൽ പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബട്ട് ദാറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. എല്ലാവരും ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്നുള്ളവർ അല്ലെ ലെജിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. അത് ഓക്കെയാണ്, കംപ്ലീറ്റ്ലി ഓക്കെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ബട്ട് അത് ടൈം കൺസ്യൂമിങ് ആണ്. അത് കുറച്ച് സമയം എടുക്കും. നമ്മളിങ്ങനെ അഡ്വൈസ് എന്ന് എഴുതി പോകുന്നതും തമ്മിൽ നല്ല സമയം എടുക്കും. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഐ വോണ്ട് സജസ്റ്റ് ദാറ്റ്. അത് സജസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ടൈമൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും ക്യാപിറ്റലൈസേഷനും ഒന്നും അത്ര മാൻഡേറ്ററി അല്ല. നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സ്, അവർ പറയുന്ന കാര്യം, നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സ് മീനിങ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മീനിങ്ങിൽ ക്ലാരിറ്റി ഉണ്ടാവണം, ലെജിബിൾ ആയിരിക്കണം, വായിക്കാനായിട്ട് പറ്റണം, ഹാൻഡ് റൈറ്റിംഗ് ക്ലാരിറ്റിയോടുകൂടി വായിക്കാനായിട്ട് പറ്റണം, ആൻഡ് മീനിങ് മാറിപ്പോകരുത്. ഓക്കെ, ബാക്കി മിസ്റ്റേക്സൊക്കെ നമ്മളടുത്ത് അക്സെപ്റ്റ് ചെയ്യാറില്ലേ? ഓക്കെ, അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ പറയുന്നത് ഫൊനറ്റിക്കലിയും മീനിങ് വൈസും ആൻസർ ശരിയാണെങ്കിൽ യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് മാർക്സ് ഫോർ കോംപ്ലെക്സ് ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കോംപ്ലെക്സ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഫർമേഷൻ, മെഡിക്കേഷൻ്റെ പേര്, ഡിസീസ് കണ്ടീഷൻ്റെ പേരൊക്കെ എഴുതുമ്പം നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്തിയെന്നുണ്ടെങ്കിലും ഫോർച്ചുനേറ്റ്ലി അതിൻ്റെ മീനിങ് മാറുന്നില്ല, പ്രൊനൗൺസിയേഷൻ, ആ വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി പ്രൊവൈഡഡ് വിത്ത് മാർക്സ്. ബട്ട് ദിസ് ഇസ് നോട്ട് അക്സെപ്റ്റഡ് ഫോർ ബേസിക് ടേംസ്. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് കോമൺ ടേംസിനൊന്നും ഇത് അക്സെപ്റ്റബിൾ അല്ല. ഇപ്പോൾ സ്മോക്കിങ്ങിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് പ്രൊവൈഡ് ചെയ്യുക, കൊളസ്ട്രോളിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് പ്രൊവൈഡ് ചെയ്യുക, പാരസെറ്റമോളിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ യൂണിവേഴ്സലി എല്ലാവരും യൂസ് ചെയ്യുന്ന, അല്ല പ്രൊഫഷണൽസ് മാത്രമല്ല കോമൺ മെൻ പോലും യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. ഇങ്ങനെയുള്ള വേർഡ്സിന് സ്പെല്ലിംഗ് മിസ്റ്റേക്സുകൾ അക്സെപ്റ്റബിൾ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ദെൻ സുധി, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ സുധി. സ്മോൾ ലെറ്ററിൽ എഴുതാമല്ലോ. സ്മോൾ ലെറ്ററിൽ എഴുതാം, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, കംപ്ലീറ്റ്ലി ഓക്കെ. സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്റേഴ്സോ ചൂസ് ചെയ്യുക. ബട്ട് മേക്ക് ഷുവർ യുവർ ആൻസേഴ്സ് ആർ ഫൊണറ്റിക്കലി കറക്റ്റ്. ഫൊണറ്റിക്കലി കറക്റ്റ് ആണെന്നുള്ളത്, ആ വേർഡ് ഫൊണറ്റിക്കലി കറക്റ്റ് ആണ്, പ്രൊനൗൺസിയേഷൻ മാറിയിട്ടില്ല, ആൻഡ് മീനിങ് ഓൾസോ നോട്ട് ചേഞ്ച്ഡ്. മീനിങ്ങും ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ അഭിരാമി പാർട്ട് സിയിൽ മെയിനായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പാർട്ട് സിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് പാർട്ട് സിയിലേക്ക് വരുമ്പം C1 ക്വസ്റ്റ്യൻസ് 2 തവണ വായിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് അത് പോസിബിളാണ്. ആ ഒരു റിയാലിറ്റി ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് ഒരു 90% പോസിബിളാണ്. പാർട്ട് സിൻ്റെ C1 ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൻ്റെ 6 ക്വസ്റ്റ്യൻസ് വായിക്കാൻ നമുക്ക് അഡീഷണൽ ടൈം കിട്ടും. കാരണം പാർട്ട് ബി കഴിഞ്ഞിട്ടൊരു 10 സെക്കൻഡ് പോസ് ഉണ്ട്, പാർട്ട് സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പാർട്ട് സിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഓഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ്, അതായത് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറയുന്ന ഒരു സ്പേസും ഉണ്ട്. ഇത്രയും സമയം പിന്നെ അഡീഷണലി പിന്നെ നമുക്ക് പ്ലസ് നമ്മുടെ 90 സെക്കൻഡ്സ് റീഡിങ് ടൈം. ഇത്രയും ടൈമാണ് നമുക്ക് C1 എക്സ്ട്രാക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട്, 6 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും വായിക്കാനായിട്ട് നമുക്കുള്ളത്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ഇറ്റ്സ് ഇമ്പോസിബിൾ ദാറ്റ് യു ക്യാൻ റീഡ് ദി ഹോൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്ഷൻസ് ഇൻ 2 ടൈംസ്. 2 തവണ നിങ്ങൾക്ക് ട്വൈസ് റീഡിങ് അവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മേക്ക് ഷുവർ യു ഹാവ് റെഡ് ദി ഓപ്ഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ട്വൈസ്. നമ്മൾ 2 തവണ വായിച്ചിട്ടുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസ് എങ്കിലും.
ഓക്കെ, ക്വസ്റ്റ്യൻസ് വായിച്ചില്ലെങ്കിലും ഓപ്ഷൻസ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആദ്യമേ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ഇപ്പം ഡിപ്രഷനെ പറ്റിയിട്ടാണെങ്കിൽ അതിനകത്ത് വരുന്ന ടോപ്പിക്സ് വാട്ട് ഇസ് ഡിപ്രഷൻ, വൈ ഡിപ്രഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു അഡീഷണലി ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ മെഡിക്കേഷനെ പറ്റിയിട്ടും അതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ടും. അപ്പോൾ അങ്ങനെ ഓരോരോ 6 ടോപ്പിക്കും അവിടെ സ്പെസിഫിക് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കേൾക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് അവരവിടെ പറയുന്നുണ്ട് അല്ലേ. ലിസണിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കേൾക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ പ്രയറായിട്ട് അവർ പറയുന്നുണ്ട്. ഡിപ്രഷനെ പറ്റിയിട്ടുള്ള ഈ 6 കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 6 ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി ഈ ടോപ്പിക്കിനെ പറ്റി ഈ പോയിൻ്റാണോ, ഈ 3 പോയിൻറ്റിൽ ഏത് പോയിൻ്റാണ് അവിടെ പറഞ്ഞെന്നുള്ളത്. സോ ആ രീതിയിൽ ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ റീഡിങ് ദി ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. സോ കീവേഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോകരുത്. പല ആൾക്കാരും അത് ക്ലംസി ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അണ്ടർലൈൻ ചെയ്യാതെ വിടും. ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. അണ്ടർലൈൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ക്ലംസി ആവാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ആൻസേഴ്സ് സ്കാൻ ചെയ്യാതിരിക്കാൻ മാത്രം ക്ലംസി ആവാതിരിക്കുക. അതായത് നമ്മൾ ബബിൾ ചെയ്യുമല്ലോ, ബബിൾ ചെയ്യുമ്പം ആ ഒരു നിങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള സ്ട്രൈക്സോ വേർഡ്സോ ഒന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഫോർ ബോത്ത് പാർട്ട് എ ആൻഡ് ബി. പാർട്ട് എയിലാണെങ്കിലും ബിയിലാണെങ്കിലും സിയിലാണെങ്കിലും ആൻസേഴ്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള സ്ട്രൈക്സും മാർക്സും ഒന്നും ഉണ്ടാവരുത്. ആ രീതിയിൽ ക്ലംസി ആവാതെ നോക്കിയാൽ മതി. ബാക്കിയൊക്കെ കംപ്ലീറ്റ്ലി നോർമലാണ്. ഓക്കെ, അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ വെക്കുക, അണ്ടർലൈൻ ചെയ്ത് തന്നെ പോവുക. ആൻഡ് നമുക്കിപ്പോൾ ആ ഒരു ഓപ്ഷൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓപ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പ്ലസ് ഓർ മൈനസ് ഇട്ട് വെക്കാം. സോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ആൻഡ് അഡീഷണലി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനെ പറ്റിയിട്ടുള്ളൊരു വിഷ്വൽ മനസ്സിൽ കരുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ആസ് യു നോ, നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടിലും നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ഒക്കെ നമ്മുടെ വിഷ്വൽ പെർസിസ്റ്റൻസി, നമ്മുടെ ഒരു വിഷ്വൽ നമ്മൾ ഓർത്ത് വെച്ചാൽ അത് കുറച്ചുകൂടി പെർസിസ്റ്റൻസി കൂടുതലാണ്, കുറച്ചുകൂടി നേരം അത് അങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ വിഷ്വൽ ഒരു ഇമേജ് അവിടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പോൾ നമ്മളൊരു ഓപ്ഷൻ വായിച്ചു, അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു ഇമേജ്, ഒരു ഡേറ്റ വായിച്ചു, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇമേജ്, ഒരു പിക്ചർ മനസ്സിൽ ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഡേറ്റയ്ക്കകത്തും ആ പിക്ചറിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇതാണ് കേൾക്കുന്നത്, ആ ഒരു സെയിം ഡേറ്റയാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ അങ്ങനെ 2 കാര്യങ്ങൾ പാർട്ട് സിൻ്റെ റീഡിങ് ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ലിസണിങ് ടൈമിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അറ്റൻഷനും ഫോക്കസും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, ഓൾമോസ്റ്റ് ആൻഡ് ഓൾവേസ് കറക്റ്റായിട്ടുള്ള സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ സ്പീക്കർ പാർട്ട് സിയിൽ സംസാരിക്കുന്നുണ്ടാവും ഫോർ ബോത്ത് ഇൻ്റർവ്യൂ ആൻഡ് പ്രസൻറ്റേഷൻ എക്സ്ട്രാക്ട്. ഓക്കെ, അപ്പോൾ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് അനുസരിച്ചുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്പീച്ച് തന്നെ അവർ സംസാരിക്കുന്നത്. ആ 6 ടോപ്പിക്സും കറക്റ്റായിട്ടുള്ള ഷിഫ്റ്റ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർ ഫോമലായിട്ട് സ്ട്രക്ചേർഡായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. സോ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സോ നമ്മൾ ഈ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് മനസ്സിലാക്കി ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്പീക്കറിനെ ഫോളോ ചെയ്യാനായിട്ടും ടോപ്പിക് ഷിഫ്റ്റ് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. സോ ഇൻ്റർവ്യൂ എക്സ്ട്രാക്റ്റിൽ ആ ടോപ്പിക് ഷിഫ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റിലാണെങ്കിൽ ടോപ്പിക് ഷിഫ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പോസസും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഓർഗനൈസേഷൻ വേണം. ഇപ്പോൾ 6 ടോപ്പിക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിനെ പറ്റി ഇത്ര സമയം സംസാരിക്കാനുള്ള ചാൻസ് ഉള്ളൂ അല്ലേ. 5 മിനിറ്റ്സ് അല്ലേ നിങ്ങളുടെ ഓഡിയോ, 6 ടോപ്പിക്സ് അല്ലേ ഉള്ളത്. എന്താണെങ്കിലും 1 മിനിറ്റ് കൂടുതൽ, 1 മിനിറ്റോളം പോലും ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു അവയർനെസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടോപ്പിക് ഷിഫ്റ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 1 മിനിറ്റുള്ളിൽ ഒരു 40 സെക്കൻഡ്സിനുള്ളിലാണ് ഗ്യാപ്പ് വന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. ആൻഡ് ഓൾവേസ് നമ്മുടെ ആ ഒരു പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റിൻ്റെ 6 ടോപ്പിക് വേർഡ്സ് ഉണ്ടല്ലോ, പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റിൻ്റെ 6 ടോപ്പിക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ. ക്വസ്റ്റ്യനിൽ നിന്നുള്ള ടോപ്പിക് വേർഡ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കോ. ആ ടോപ്പിക് വേർഡ് വെച്ചിട്ടായിരിക്കും ആ പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റിൽ അടുത്ത പാരഗ്രാഫ് ഷിഫ്റ്റ് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ആൻഡ് സ്മോൾ ലെറ്ററിൽ എഴുതാം, ഇറ്റ്സ് ഓക്കെ. ആർട്ടിക്കിൾ യൂസ് ചെയ്തില്ലെങ്കിൽ മാർക്സ് പോവോ? ഇല്ല, ഡോണ. ആർട്ടിക്കിൾസ് യൂസേജസ് ഇസ് നോട്ട് മാൻഡേറ്ററി in OET listening. Okay, so നമുക്ക് even though it's preferable, it's part of your answer, എന്നാലും ആർട്ടിക്കിൾ യൂസ് ചെയ്തില്ലെങ്കിൽ മാർക്സ് പോകാനുള്ള ചാൻസ് ഇല്ല. ബിക്കോസ് എപ്പോഴും ആർട്ടിക്കിൾ ഒരു ഓപ്ഷണൽ കാര്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ സ്മിത, ഹൗ ആർ യു? യെസ്, ഐ എം ഗുഡ്.
താങ്ക് യു സ്മിത, താങ്ക് യു സോ മച്ച്. സന്തോഷം. അഭിരാമി, സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് മാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക? യെസ്, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ 6 ടോപ്പിക്കുകളുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കൊരു 3 ടോപ്പിക്കിനെ പറ്റി പറയണം. അപ്പോൾ ഞാൻ ആദ്യമേ ഐ വിൽ ബി ഗിവിങ് ആൻ ഇൻട്രഡക്ഷൻ, ഹൂ ഐ ആം, അല്ലേ, വാട്ട് ഐ ആം ഗോയിങ് ടു ടോക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ ഞാൻ ഇന്നൊരു വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇൻട്രഡക്ഷൻ. അപ്പോൾ അതൊരു ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജാണ്. അതൊരു സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജാണ്. ഓക്കെ. ആൻഡ് ആദ്യത്തെ ടോപ്പിക്കിനെ പറ്റി പറയാൻ പോകുമ്പോൾ ഐ വിൽ ബി സെയിങ് ലൈക്ക്, ഫസ്റ്റ്ലി ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദസ്. അപ്പോൾ അതൊരു സൈൻ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം ഈ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുക, ആദ്യത്തെ ടോപ്പിക്കിനെ പറ്റി പറയാൻ പോവുക, അതൊരു സൈനാണ്. സോ ഞാൻ അടുത്ത പറയാൻ പോകുന്നത് അവരുടെ ഫസ്റ്റ് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്, അല്ലേ? ഓക്കെ, അതൊരു സൈനാണ്. ദെൻ ഐ വിൽ ബി യൂസിങ് ഒരു കൺസേൺ പറഞ്ഞു, ഐ വിൽ ബി യൂസിങ് താങ്ക്ഫുള്ളി എന്ന് പറഞ്ഞു. നിങ്ങളൊരു ടോപ്പിക്കുള്ള കൺസേൺ ആണ്, പക്ഷേ താങ്ക്ഫുള്ളി എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താങ്ക്ഫുള്ളി എന്നുള്ള കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ്, ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ഇൻഡിക്കേറ്റ് ഹാപ്പിനെസ്, അല്ലേ? അതൊരു നല്ല കാര്യം. താങ്ക്ഫുള്ളി അതൊരു ലക്കാണ്, അതൊരു നല്ല കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ദാറ്റ്സ് എ സൈൻ. അതൊരു സൈനാണ്, അതൊരു ലാംഗ്വേജാണ്, അത് യൂസ് ചെയ്യുന്നത് ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ്സ് എ സൈൻ പോസ്റ്റിംഗ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എന്ന് ഞാൻ യൂസ് ചെയ്താലോ, അൺഫോർച്ചുനേറ്റ്ലി എന്നുള്ള ഒരു കാര്യം യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു നെഗറ്റീവ് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യമാണ് പറയാൻ പോകുന്നത്. സോ ദാറ്റ്സ് എ സൈൻ. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഫോർ പ്രസൻറ്റേഷൻ എക്സ്ട്രാക്റ്റിലാണെങ്കിൽ നിങ്ങളുടെ 6 ടോപ്പിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ടുള്ള സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരുടെ ജോബിനെ പറ്റിയിട്ടാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പേഷ്യൻറ്റിനെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പേഷ്യൻറ്റിനെ പറ്റിയിട്ടുള്ളതാണെന്ന്. ആൻഡ് അവരുടെ സ്പീക്കിങ്ങിൽ അവരുടെ പ്രസൻറ്റേഷൻ ചെയ്യുമ്പം ആദ്യത്തെ ഒരു 1 മിനിറ്റോളം അല്ലെ 40 സെക്കൻഡ്സോളം അവരുടെ ജോബിനെ പറ്റി പറഞ്ഞു. അടുത്ത ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അവരുടെ പേഷ്യൻറ്റിനെ പറ്റി പറയാൻ പോവാണ്. സോ ലെറ്റ് മീ ടോക്ക് അബൌട്ട് മൈ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതും ഒരു സൈനാണ്. ഓക്കെ, അവർ പേഷ്യൻറ്റിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി എന്നുള്ളൊരു സൈൻ അവിടെയുണ്ട്. ആൻഡ് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യനും പേഷ്യൻറ്റിനെ പറ്റിയിട്ടാണ്, പേരൊക്കെ തന്നിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ടോപ്പിക് ഷിഫ്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അതാണ് സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അഭിരാമി, ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റുഡ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ദെൻ പാച്ചി, എനിക്ക് ടഫാണ്. എനി ടിപ്സ് മാം? ടയേർഡ് മെനി ബട്ട് സ്റ്റിൽ ഐ കൺ സ്കോർ. സംടൈംസ് ഐ ഗോട്ട് 34 സ്കോർ. 34 ഇസ് എ ഗുഡ് സ്കോർ. ആക്ച്വലി 34 ഒരു നല്ല സ്കോർ തന്നെയാണ്. പക്ഷേ പാർട്ട് സി ടഫാണെങ്കിൽ പാർട്ട് സിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ ഫോർ ഇൻ്റർവ്യൂ ആൻഡ് പ്രസൻറ്റേഷൻ എക്സ്ട്രാക്ട് ബോത്തിനും നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് അവൈലബിൾ ആണ് യൂട്യൂബിൽ തന്നെ. ഷോർട്ട് ട്രാൻസ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്താൽ മതി, യൂട്യൂബിൽ തന്നെ ആ ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. സോ ആഫ്റ്റർ പ്രാക്ടീസിങ് ദ മെറ്റീരിയൽ, ആ മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുക. ട്രാൻസ്ക്രിപ്റ്റ് എടുത്തിട്ട് അതിനകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിൽ 6 ടോപ്പിക്കും അവിടുത്തെ 6 ടോപ്പിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസൊക്കെ അവരെങ്ങനെയാണ് പാരഫ്രൈസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജാണ് അവരവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഓഡിയോയും കൂടി ഇട്ട് കേൾക്കുവാണെങ്കിൽ, ട്രാൻസ്ക്രിപ്റ്റ് വായിക്കുന്നതിൻ്റെ കൂടെ ഓഡിയോയും കൂടി ഇടുന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ലാംഗ്വേജ് ക്രൈറ്റീരിയസ്, അതായത് ലാംഗ്വേജിൽ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, ആക്സെൻറ്റ്, ഈ കാര്യങ്ങളും കൂടി മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്ക് ലേൺ ചെയ്യുവാണ്. പാർട്ട് സി ഇങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പാർട്ട് സിയിൽ റോങ് ഓപ്ഷൻസ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റുകളും നോട്ട് മെൻഷൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഡിസ്ട്രാക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് റോങ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ട്രൈ ടു ഐഡൻറ്റിഫൈ ഡിസ്ട്രാക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെ നിന്നാണ് വരുന്നത്, ഡിസ്ട്രാക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പൊസിഷൻ എവിടെ നിന്നാണ് വരുന്നത്. ഓൾമോസ്റ്റ് ആൻഡ് ഓൾവേസ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻസ് അവർ ചൂസ് ചെയ്യുന്നുണ്ടാവുക ആ ടോപ്പിക്കിനെ പറ്റി പറയുന്നതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ. ആ ടോപ്പിക്കിനെ പറ്റി പറയുന്ന ആദ്യമത്തെ ആ പോർഷനിൽ നിന്ന് തന്നെ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻസിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയയും ഒരു അവയർനെസ്സൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ പാർട്ട് സി കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. സോ ഈ രീതിയിലൊന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ സൂൺ നിങ്ങൾക്ക് എക്സാം ഇല്ലെങ്കിൽ, രാജിയുടെ കാര്യമാണ് പറഞ്ഞത്, രാജി അജയ്, സൂൺ രാജിക്ക് എക്സാം ഇല്ലെങ്കിൽ
നമ്മുടെ ഓക്കെ, രാജിയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി കൺസേൺസ് എപ്പോഴും ഫസ്റ്റ് പറയുന്നതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. സോ കൺസേൺസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പറയുന്നത് ആൻസർ ആയിട്ട് വരണം എന്നില്ല. ഇറ്റ്സ് മേ ബി എ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കേട്ട ഒരു ഓപ്ഷൻ, അവിടെ നിങ്ങൾ കേട്ടു പ്രൈമറി കൺസേൺസ് എന്നുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ വായിച്ചൊരു ഓപ്ഷൻ അവിടെ കേട്ടു. ആദ്യമേ തന്നെ നിങ്ങളുടെ ആൻസർ അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. നിങ്ങൾ കേൾക്കാൻ പോകുന്ന ആ ടോപ്പിക്കിനെ പറ്റി പറയാൻ പോകുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ആൻസേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, അത് മോസ്റ്റ് ഓഫ് ദ ടൈം അതൊരിക്കലും നടക്കത്തില്ല. മോസ്റ്റ്ലി അത് നടക്കാൻ ചാൻസ് കുറവാണ്. അപ്പം ആദ്യമേ നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ. വെയിറ്റ് ചെയ്യുക, അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഓപ്ഷൻ നിങ്ങൾ അങ്ങനെ അത് കേട്ടതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നെങ്കിൽ ജസ്റ്റ് അതിനൊരു മാർക്ക് കൊടുത്തേക്കുക, ഒരു സ്റ്റാറോ മാർക്കോ വല്ലതും കൊടുത്ത് അത് അവിടെ കൺസിഡർ ചെയ്ത് വെച്ചേക്കുക. ബാക്കി 2 ആൻസേഴ്സ് അവിടെ കേൾക്കുന്നുണ്ടോ നോക്കുക. ബി ആണ്, ഇപ്പോൾ എ ആണ് നിങ്ങൾ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ, നിങ്ങൾ ആദ്യമേ കേട്ടു, എ കേട്ടു, എ അവിടെ ഹോൾഡ് ചെയ്തേക്കുക. ബിയും സിയും അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ബിയും സിയും അവിടെ ഉണ്ടോ, ഇങ്ങനെ തന്നെയാണോ പറയുന്നത്, ബിയിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണോ അവിടെയും പറയുന്നത്, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ പറയുന്നത്, ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ എ അല്ല ആൻസർ, എ ഒരു ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷനാണ്, ബി ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബിയോ സിയോ ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ടേക്സ് ടൈം, കുറച്ച് ടൈം കൊടുക്കുക. ഇങ്ങനെ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു 2-3 മെറ്റീരിയൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി മെറ്റീരിയലും കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡോണ പ്ലൂറൽ വേർഡ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? എസ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം എങ്ങനെയാണ് ഹൗ ദറ്റ് സൗണ്ട്സ് എൻഡ്സ് എന്നുള്ളതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. എങ്ങനെയാണ് ആ വേർഡ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം വേർഡിൻ്റെ തുടക്കം കേൾക്കുമ്പോൾ തന്നെ ചാടിക്കേറി ആൻസർ എഴുതുന്നവരുണ്ട്. അങ്ങനെ ആൻസർ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ നിങ്ങൾ ആ വേർഡ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി കേൾക്കണം. നിങ്ങൾ ആൻസർ തുടങ്ങിയാലും വേർഡ് എങ്ങനെ എൻഡ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കണം. അപ്പോൾ അതിലൊരു കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ എക്സ്ട്രാ അറ്റൻഷൻ കൊടുത്ത് വേണം പോകാനായിട്ട്. ആൻഡ് ഓൾസോ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. അവിടെ വരേണ്ടത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൻ്റെ പാർട്സ്, ബ്ലാങ്കിന് ശേഷമുള്ളതോ ബ്ലാങ്കിന് മുന്നേ ഉള്ള പാർട്സ് വെച്ചിട്ട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബ്ലാങ്കിന് മുന്നേ മൾട്ടിപ്പിൾ, ഫ്രീക്വൻറ്റ് ഇങ്ങനെയുള്ള ഡേറ്റയൊക്കെ വരുവാണെങ്കിൽ അത് പ്ലൂറലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. അതിനെ ഫോളോ ചെയ്ത് വരേണ്ടത് പ്ലൂറലാണ്. ഓക്കെ, മൾട്ടിപ്പിനെയും ഫ്രീക്വൻറ്റിനെയൊക്കെ ഫോളോ ചെയ്ത് മൾട്ടിപ്പിൾ ഫോൾസ് എന്നല്ലേ നമ്മൾ പറയുന്നത്, മൾട്ടിപ്പിൾ ഫോൾ എന്നാണോ പറയുന്നത്, മൾട്ടിപ്പിൾ ഫോൾസ് എന്നല്ലേ പറയുന്നത്. സോ അതൊന്ന് ശ്രദ്ധിക്കാം. മൾട്ടിപ്പിളിനെയും ഫ്രീക്വൻറ്റിനെയൊക്കെ ഫോളോ ചെയ്ത് പ്ലൂറലായിരിക്കും വരുന്നത്. ആൻഡ് ആറ്, വേർ, ഇതിനൊക്കെ ബിഫോർ, ഇതിനെയൊക്കെ പ്രിസീഡ് ചെയ്ത് വരുന്നതും പ്ലൂറൽ സൗണ്ട് ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു ഐഡിയ മനസ്സിൽ വെച്ചേക്കുക. ഈസും ബോസിനും മുന്നേ സിംഗുലർ, ആറിനും വേറിനും മുന്നേ പ്ലൂറൽ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഡോണ ആൻഡ് അഭിരാമി, ഓർഡർ വൈസ് ആയിട്ടാണോ എപ്പോഴും പാച്ചി ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്? മോസ്റ്റ്ലി ഓർഡർ വൈസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. പക്ഷേ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് വരില്ലേ, ഇപ്പം ഇൻ്റർവ്യൂ ആണെങ്കിലും പ്രസൻറ്റേഷൻ ആണെങ്കിലും ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പം ചെറിയൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പം സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ചോദിക്കും. ബുക്ക്ലെറ്റിലെ നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഡിയോയിൽ ചിലപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും, 5th ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത് റെയർ ആയിട്ടേ വന്നിട്ടുള്ളൂ, പക്ഷേ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അതിനൊരു പ്രിപ്പറേഷൻ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. ആൻഡ് രാജി അജയ്ക്ക് 22nd എക്സാം ഉണ്ട്. രാജി, ഡോണ്ട് വറി, കീപ് ഫോക്കസിങ്, കീപ് പ്രാക്ടീസിങ്. അപ്പം ഈ കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ആണെങ്കിൽ രാജിക്ക് കുറച്ച് ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. പാർട്ട് എയിൽ കുറച്ച് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുക. പാർട്ട് സിയിൽ ഈ പറഞ്ഞതുപോലെ റീഡിങ് ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. പാർട്ട് സിയിലെ അഭിരാമി, പാർട്ട് സിയിലെ ഓഡിയോയും ക്വസ്റ്റ്യൻസും അതർവൈസ് ഓർഡർ വൈസ് ആയിരിക്കും എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞല്ലോ മോസ്റ്റ്ലി ഓർഡർ വൈസ് ആയിട്ടാണ് വരുന്നത്. ബട്ട് ദെയർ ആർ ചാൻസസ്, നമുക്ക് ചാൻസ് ഉണ്ട്. അത് പക്ഷേ എപ്പോഴും ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലായിരിക്കും ചാൻസ് ഉണ്ടാവുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഒരു ചാൻസ് എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസിനൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അത് മാക്സിമം വായിച്ച് മനസ്സിലാക്കി വെക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ പാർട്ട് ബിയിലാണെങ്കിലും നിങ്ങൾ പാർട്ട് ബി വായിക്കുന്ന സമയത്ത്, പാർട്ട് ബീനെ പറ്റി കൂടി ഒന്ന് പറഞ്ഞേക്കാം. പാർട്ട് ബി വായിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ള ഐഡിയ വേണം ഏത് സ്പീക്കറിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അത് പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ലെസ് അറ്റൻഷനാണ് കൊടുക്കുന്നത്. ലെസ് അറ്റൻഷൻ കൊടുത്താൽ മതി, ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അതിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ വേണം. ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മെയിൽ സ്പീക്കറിനെയാണോ ഫീമെയിൽ സ്പീക്കറിനെയാണോ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്.
എന്നുള്ളത്. നഴ്സിനെയാണോ ഡോക്ടറിനെയാണോ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് വേണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റും. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കുക. സോ ഒപ്പീനിയൻ മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണോ, ജിസ്റ്റ് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണോ, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടി മനസ്സിലാക്കുക. ബാക്ക്ഗ്രൗണ്ട്സ് ബൈ റീഡിങ് ദി ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ രണ്ട് സ്പീക്കർ തമ്മിലുള്ള കോൺവെർസേഷനാണ്, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സ്പീക്കറിൻ്റെ ഒപ്പീനിയനാണ്. പേഷ്യൻറ്റും പ്രൊഫഷണലും തമ്മിലുള്ള കോൺവെർസേഷൻ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് പ്രൊഫഷണലിൻ്റെ ഒപ്പീനിയനാണ്, ഡോക്ടറിൻ്റെ ഒപ്പീനിയനാണ്. സോ നിങ്ങൾ ഡോക്ടറിൻ്റെ കോൺവെർസേഷനിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള റോങ് ഓപ്ഷൻസ് ആയിട്ട് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് പേഷ്യൻറ്റ് പറയുന്ന എന്തെങ്കിലും ഡേറ്റ വെച്ചിട്ടായിരിക്കും. അതിനകത്തു നിന്നുള്ള ഡേറ്റ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾസ് ആയിരിക്കും റോങ് ഓപ്ഷൻസ് ആയിട്ട് പറയുന്നത്. എപ്പോഴും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡോക്ടർ ഈ 3 കാര്യത്തിൽ ഏത് കാര്യമാണ് ഡോക്ടർ പറഞ്ഞെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യനും വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സ്പീക്കറെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെയാണ് ഈ ദേ എഗ്രി എന്നൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻസും എങ്ങനെ തന്നെ ആയിരിക്കും ഒരു സ്പീക്കറിൻ്റെ ഒപ്പീനിയൻ, ഒരു സ്പീക്കറിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ ഒരു സ്പീക്കറിന് അറിയേണ്ട കാര്യം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു സ്പീക്കർ പറഞ്ഞ ഡീറ്റെയിൽ ആയിരിക്കും. പക്ഷേ റെയറായിട്ട് നമുക്ക് 2 സ്പീക്കേഴ്സും ദേ എഗ്രീഡ്, ദെയർ ഒപ്പീനിയൻ എന്നൊക്കെ ഉള്ളത് വരാറുണ്ട്. അപ്പോൾ 2 പേരെ മാറി മാറി ഫോക്കസ് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ഫോക്കസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ലിസൺ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം കുറച്ച് കാര്യങ്ങളെങ്കിലും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഇപ്പം തന്നെ ഒരു മെറ്റീരിയൽ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതെടുത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സോ ഡോണ്ട് ഗോ ഫോർ അൺഫെമിലിയർ മെറ്റീരിയൽ ടു അപ്ലൈ ദീസ് ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ ഈ ടിപ്സും ട്രിക്സും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് പോവുക. ഓക്കെ. ആൻഡ് ഓൾസോ എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുന്നേ അപ്പോൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എല്ലാ മൊഡ്യൂൾസിൻ്റെയും ലൈവ് സെഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ്. എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ഒരു ഓഡിയോയോ എന്തെങ്കിലും ഒന്ന് വായിച്ചൊക്കെ വെച്ചേക്കണം. ഒരു ഓഡിയോ കേൾക്കോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയൽ വായിക്കുകയോ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം നിങ്ങളുടെ ബ്രെയിന്. അന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ റീഡ് ചെയ്യാൻ പോകുന്ന, ലിസൺ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാമിൻ്റെ മെറ്റീരിയൽസ് ആവരുത്. സാറ്റർഡേയിൽ നിങ്ങൾ അന്നത്തെ ദിവസം ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത് എക്സാം ഹോളിൽ ചെന്നിട്ടുള്ള നിങ്ങളുടെ എക്സാം മെറ്റീരിയൽ ആവരുത്. അതിന് മുന്നേ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയിക്കുന്ന വഴി, അതായത് ഹോളിലേക്ക് പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയലോ ഓഡിയോ കോണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കോ വല്ലതും വായിച്ചുകൊണ്ട് വെച്ചേക്കുക. സോ നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് പ്രിപ്പയർഡ് ആവും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ളത്. ഓക്കെ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഏതെങ്കിലും പാർട്ട് റിഗാർഡിങ്? യെസ്. ബി യുവർ സെൽഫ്. ലിസണിങ് ഓഡിയോയിൽ ഹെഡ്ജിങ് വേർഡ്സ് യൂസ് ചെയ്യാമോ? ലിസണിങ് ഓഡിയോയിലാണോ ആൻസേഴ്സിലാണോ? ലിസണിങ് ഓഡിയോയിൽ അവർ മോസ്റ്റ്ലി ഹെഡ്ജിങ് വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, ഓരോ ഒപ്പീനിയൻസിൻ്റെ ആക്യുറസി പറയാനായിട്ട്. സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജുകൾ പോലെ തന്നെ ഹെഡ്ജിങ് വേർഡ്സും അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഹെഡ്ജിങ് വേർഡ്സ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരില്ല മോസ്റ്റ്ലി, കേട്ടോ. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പാർട്ട് എ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബി യുവർ സെൽഫ് എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പാർട്ട് എനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ പാർട്ട് എയിൽ കോമൺ വേർഡ്സ് ആയിട്ട് വരുന്നത് മെഡിക്കേഷൻ നെയിമും ബോഡി പാർട്സിൻ്റെ പേരും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ. അപ്പോൾ അവിടെ ഹെഡ്ജിങ് വേർഡ്സ് എഴുതാനുള്ള ആൻസേഴ്സ് ആയിട്ട് വരാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ ലിസണിങ്ങിൻ്റെ ഓഡിയോയിൽ അവർ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. രാജി, മെഡിസിൻസ് നെയിം എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നാൽ മാർക്സ് പോവോ? അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ മെഡിസിൻ എന്തോരം ഫെമിലിയർ ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അൺഫെമിലിയർ ആണ്, ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ അല്ലാത്ത മെഡിസിൻ്റെയൊക്കെ പേരുകളാണെങ്കിൽ എസ്കലപ്രാം, നൈട്രോസിൻ, അങ്ങനെയുള്ള എല്ലാവർക്കും ഫെമിലിയർ അല്ലാത്ത മെഡിസിൻ, കോംപ്ലക്സ് സ്പെല്ലിംഗ് ഉള്ള മെഡിസിൻ, ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് നിങ്ങൾ തെറ്റിച്ചാലും നിങ്ങൾക്ക് മാർക്സ് കിട്ടും. സ്പെല്ലിംഗ് തെറ്റാണെങ്കിലും അത് പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി, മീനിങ് വൈസും ഓക്കെ ആണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ പാരസെറ്റാമോളൊക്കെ പോലെയുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള മെഡിസിനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ മെഡിസിൻ്റെ പേരിലൊക്കെ അതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. ആസ് ഐ സെഡ് ഏർലിയർ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആർ അക്സെപ്റ്റബിൾ.
ഇൻ ദ കേസ് ഓഫ് കോംപ്ലെക്സ് മെഡിക്കൽ ടേംസ്, കോംപ്ലെക്സ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസിന് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അത് ഫൊണറ്റിക്കലി ക്ലിയർ ആണെന്നും മീനിങ് മാറുന്നില്ലെന്നും നോക്കിയാൽ മതി. പക്ഷേ ബേസിക് ആയിട്ടുള്ള ടേംസിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സുകൾ അക്സെപ്റ്റബിൾ അല്ല. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ രാജി. അപ്പം അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് വന്നാലും സ്പെല്ലിംഗ് മിസ്റ്റേക്സിൽ കൺഫ്യൂഷൻ വെക്കണ്ട. എങ്ങനെയാണോ നിങ്ങളത് കേട്ടത്, ഫൊണറ്റിക്കലി നിങ്ങൾ എന്താണോ കേട്ടത് അത് അങ്ങനെ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിച്ചാലും മതിയാവും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത സ്കിൽസും ഒക്കെ പ്രോപ്പറായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, സോ എല്ലാ സക്സസ്സും ഉണ്ടാവട്ടെ, നല്ല സ്കോഴ്സ് കിട്ടട്ടെ. സോ ടിജൂസ് അക്കാഡമി ഈസ് വിത്ത് യു. ടിജൂസ് അക്കാഡമിയുടെ പ്രയറിൽ നിങ്ങളുടെ എല്ലാവരും ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. Thank you. Smita, thank you. Raji, okay, thank you. Abhirami, thank you. Welcome. Okay, thank you.